അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഒന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താണ്. അതിനുശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 ഉരുളക്കിഴങ്ങും ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്. പിന്നെ 7 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണ അനുസരിച്ച് ഇത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചാണ്. നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച കിഴങ്ങും സവാളയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ഈ ഓരോ മുട്ടയും ഒന്നെടുത്ത് ഈ ഫില്ലിംഗ് കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിത് മുഴുവനും ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, ഇതൊന്ന് മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എടുത്തു വച്ചിരിക്കുന്ന ഓട്സിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കിഴങ്ങൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കിഴങ്ങൊക്കെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. And please subscribe my channel. Bye.